ഹലോ ഹായ് എസ് ബി ടി ടോക്സിലേക്ക് സ്വാഗതം. ഒരു എ ടി എം അല്ലെങ്കിൽ എന്തുമാവട്ടെ ഒരു സാധനം നമുക്ക് കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. അതുമില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്യും. ഇതിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്യും, ഒരു കോൺടാക്ട് നമ്പറും വെക്കും, ഇതിൽ കോൺടാക്ട് ചെയ്യുക എന്നൊരു രീതിയിൽ. അതുമില്ലെങ്കിൽ ഇത് എവിടെ നിന്നാണോ ലഭിച്ചിട്ടുള്ളത് അതിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നമ്മൾ ഇത് ഏൽപ്പിക്കും. ഇതൊക്കെയാണ് ഒരു പൊതുജനം എന്ന നിലയിൽ ചെയ്യാറ്. എന്നാൽ ഇതൊരു പൊളിറ്റീഷ്യന്റെ കയ്യിൽ കിട്ടിയാലോ? നമുക്കറിയാം, പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് കൂടുതലുള്ള ആളുകൾ എന്നാണ് വെപ്പ്. അവരെന്ത് ചെയ്യും? ഇതിന്റെ ഓണറിനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ കണ്ടെത്താൻ ശ്രമിക്കും. ഇനി അത് സാധിച്ചില്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കും. അതാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു എ ടി എം ആണ്. എ ടി എമ്മിന്റെ ബാക്ക് വശത്ത് അതിന്റെ പിൻ കോഡും കൂടി എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പേര് അതിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാം എന്ന് വിചാരിക്കാത്ത ആളുകളില്ല, ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിൽ കുറെ കോംപ്ലിക്കേഷൻസ് വരുന്നതുകൊണ്ട് തന്നെ അധികം പേരും അത് ചെയ്യില്ല. കാരണം നമുക്കറിയാം, മുക്കിനാണ് CCTV ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ ആരും ശ്രമിക്കില്ല. കാരണം കുറച്ച് ബോധവും ബുദ്ധിയുള്ള ഒരു വ്യക്തി അത് ചെയ്യാൻ നിൽക്കില്ല. എന്നാൽ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ചെങ്ങന്നൂരിലാണ് സംഭവിച്ചിട്ടുള്ളത്. ചെങ്ങന്നൂരിലെ ഒരു പഞ്ചായത്ത് മെമ്പർ, BJP പഞ്ചായത്ത് മെമ്പർ സുജന്യ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ATM ലഭിച്ചു. അതിന്റെ പിറകെ പിൻ നമ്പറും കൂടി എഴുതിയിട്ടുണ്ട്. അവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അത് എടുക്കുകയും അതിൽ നിന്ന് ഏകദേശം 25,000 രൂപ പിൻവലിക്കുകയും ചെയ്തു. ഒരു സാമാന്യ ബോധമുള്ള ഒരു വ്യക്തി, എന്തിന് ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ പോലും കുട്ടികൾ തന്നെ പറയും ATM നിന്ന് പണം എടുത്താൽ അപ്പോൾ തന്നെ ഉടമയ്ക്ക് SMS പോകുന്നതാണ്. അത് പിഞ്ചു കുട്ടികൾക്ക് വരെ അറിയാം. എന്നിട്ടും അതുവരെ ചിന്തിക്കാൻ പറ്റാത്ത ആളാണോ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് നിൽക്കുന്നത്? 25,000 രൂപ പിൻവലിച്ചു. അതും ഒറ്റഘട്ടത്തിലല്ല, പല ATM-ലേക്കും പോയിട്ടാണ് ഈ ഒരു പിൻവലിക്കലൊക്കെ നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം ക്രൂക്കഡ് മൈൻഡ് ആണെന്നുള്ള ഒരു കാര്യം. അത്രയും ചിന്തിച്ചിട്ടാണ് ആ ഒരു ക്രൈം ചെയ്തിട്ടുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലേ, അതിന്റെ ഒരു ബോധം കാണിക്കണ്ടേ? പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് മുക്കുന്ന പോലെ ഇത് മുക്കാൻ പറ്റുമെന്നാണോ? മുക്കിന് CCTV ഉണ്ട്, മെസ്സേജസ് പോവും പൈസ എടുത്താൽ. ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കണ്ടേ? അത് മാത്രമല്ല, കേരളത്തിലാണ് താമസിക്കുന്നത് എന്നും കൂടി ചിന്തിക്കണ്ടേ? കാരണം മറ്റു സ്റ്റേറ്റിലെ പോലെയല്ല. മറ്റു സ്റ്റേറ്റില് തെളിവുകൾ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും പറയും ചില പോലീസുകാർ, നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. കേരള പോലീസ് അങ്ങനെയല്ല. ചെറിയൊരു തുമ്പ് കിട്ടിയാൽ മതി. ഇനി തുമ്പ് ഇല്ലെങ്കിലും ശരി, അറസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൊക്കിയിരിക്കും പ്രതിയെ. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. പൊക്കി വിത്ത് പ്രൂഫ്, CCTV ഫൂട്ടേജും അങ്ങനെയുള്ള എല്ലാ തെളിവുകളുമായിട്ടാണ് ഈ ഒരു BJP അംഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ക്ലിയർ കേസ് ഓഫ് ഒരു ക്രൈം തന്നെയാണ്. അതായത് ഒരു വ്യക്തിയുടെ പോക്കറ്റിൽ നിന്നും പണം എടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെമ്പർ ഇടപെട്ടിട്ടുള്ള ആ പഞ്ചായത്തിലെ എല്ലാ സ്കീംസും പ്രോഗ്രാംസും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഈ വ്യക്തി എത്രത്തോളം അഴിമതികൾ അതിലൊക്കെ നടത്തിയിട്ടുണ്ടെന്ന്. കാരണം ഒരു വ്യക്തിയുടെ പോക്കറ്റിൽ നിന്നും പണം എടുക്കാൻ ധൈര്യമുള്ള ഈ വ്യക്തിക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് പണമെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, ഒരു മടിയും ഉണ്ടാവില്ല, ഒരു നാണക്കേടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് BJP നേതാവാണ്, അതുകൊണ്ട് തന്നെ BJP-ക്കാർ അല്ലെങ്കിൽ BJP തന്നെ സപ്പോർട്ട് ചെയ്തേക്കാം. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, നാണമില്ലേ എന്നൊരു കാര്യം മാത്രം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പഴഞ്ചൊല്ലുണ്ട്, പഴഞ്ചൊല്ലല്ല, ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്. BJP-ക്കാർക്ക് ബുദ്ധിയില്ല എന്നൊരു കാര്യം അത് തെളിയിക്കുകയാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു സാമാന്യ ബോധം വേണ്ടേ? ഒരു ATM-ൽ നിന്നും പണം എടുത്തു കഴിഞ്ഞാൽ മെസ്സേജ് പോകുമെന്നും CCTV ഉണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ? എന്നിട്ടല്ലേ ഈ ക്രൈം ഒക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ പഞ്ചായത്തിൽ നിന്ന് എടുക്കുന്നത് പോലെ ഇവിടുന്ന് എടുക്കാൻ പറ്റുമെന്നാണോ? പിന്നെ ഈ ATM-ന്റെ ഉടമ ചെയ്തതും വലിയ തെറ്റ് തന്നെയാണ്. ആ വ്യക്തിക്ക് മറവിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം ഈ ATM-ന്റെ പിറകിൽ ഈ പിൻ എഴുതിയിട്ടുള്ളത്. ഒരു കാരണവശാലും എഴുതാൻ പാടില്ല. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബാഗിൽ നമ്മുടെ ലോക്കറിന്റെ ചാവിയും വെച്ചതിന് തുല്യമാണിത്. രണ്ടും ഒരേ സ്ഥലത്താണുള്ളത്. ഒരിക്കലും ചെയ്യരുത്. പിൻ നമ്പർ വേറെ എവിടെയെങ്കിലും സൂക്ഷിക്കുക. ഒരിക്കലും പിൻ നമ്പർ നമ്മുടെ ATM-ഉമായിട്ട് ഒരുമിച്ച് വെക്കാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ATM പോലത്തെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അതുപോലെ തന്നെ ഏത് ബാങ്കാണോ ആ ബാങ്കിനെ സമീപിച്ചിട്ട് ആ ഒരു കാർഡ്, അത് ക്രെഡിറ്റ് കാർഡ് ആവട്ടെ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആവട്ടെ, ഏത് കാർഡും ആവട്ടെ എന്തുമാവട്ടെ, ആ ഒരു കാര്യം ബ്ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യുക. ഇനി കാർഡ് മാത്രമല്ല, നമ്മുടെ മൊബൈൽ ഫോൺസ് ഒക്കെ, നമ്മുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഉണ്ട്, നമുക്കറിയാം ഫോൺ പേ,
അതുപോലെ ഗൂഗിൾ പേ ഒക്കെ അങ്ങനത്തെ പേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു മൊബൈൽ ഫോൺ മിസ്സായി കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ബാങ്കിനെ അറിയിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനോ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ATM അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഫിനാൻഷ്യൽ സാധനങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ട 1-2 കാര്യങ്ങളാണിത്. സ്റ്റേഷനിൽ അറിയിക്കുക, ബാങ്കിനെ ഈ കാര്യം അറിയിക്കുക എന്നുള്ളൊരു കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.